എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ബിരിയാണി ചെയ്യുന്നത് മട്ടൻ വെച്ചിട്ടാണ്. ചിക്കൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ബിരിയാണി ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ആദ്യം തന്നെ നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 5 ഏലക്ക, 4 ഗ്രാമ്പു, അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, ഒരു തക്കോലത്തിൻ്റെ പകുതി, ഒരു ജാതിപത്രിയുടെ പകുതി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഈ മസാലകളെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം തണുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് ബിരിയാണി മസാല. റെഡിമെയ്ഡ് ആയിട്ടുള്ള ബിരിയാണി മസാല വെച്ചിട്ട് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് 1 കിലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ കഷ്ണങ്ങളാണ്. ഇത് മീഡിയം സൈസിലുള്ള പീസുകളാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്നും 1 ടീസ്പൂൺ. ഇനി മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് പൊടിച്ചതാണ്. മട്ടൻ വേവിക്കുമ്പോൾ കുറച്ച് കുരുമുളകും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ 2 ചെറിയ കുടം വെളുത്തുള്ളി ചതച്ചത്. ഇനി നമ്മൾ ഈ ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്ന പച്ചമുളകാണ്. നല്ല എരിവുള്ള ഒരു 15 പച്ചമുളക് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മളധികം ചേർക്കില്ല. പച്ചമുളകാണ് ഇതിൻ്റെ ഒരു എരിവ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഓവർനൈറ്റ് വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോഴാണ് ഈ ഇറച്ചിയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് സവാളയാണ്. മീഡിയം സൈസിലുള്ള 3 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ 4 മുതൽ 5 വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നീളത്തിലരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ബിരിയാണിയിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പിലൊക്കെ ഇടാവുന്നതാണ്, നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ ബിരിയാണി മസാല പൊടിച്ചതിൽ നിന്നും 1 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല. മുളക് പൊടി ഓപ്ഷണലാണ്, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം മുളക് പൊടി ചേർക്കാം. പച്ചമുളകും കുരുമുളകും ആണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്ത തക്കാളി അരിഞ്ഞ് ചേർക്കാം. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 4 വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വഴട്ടാനായിട്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്, പക്ഷേ സൺഫ്ലവർ ഓയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് ഈ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മട്ടൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. മട്ടന് പകരം നിങ്ങൾക്ക് ചിക്കനും എടുക്കാവുന്നതാണ്. ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മട്ടൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുക്കും. ഇനി നമുക്കിതിലേക്ക് 1 പിടി മല്ലിയിലയും അതിൻ്റെ പകുതി പുതിനയില മല്ലിയിലയെക്കാട്ടിലും കൂടരുത്, വളരെ കുറച്ച് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മട്ടൻ വേവാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് ചെറുതീയിലിട്ട് മട്ടൻ വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് 3-4 വിസിൽ അടുപ്പിച്ചെടുക്കാം, മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട്. ഇവിടെ ഒരുപാട് മുറ്റിയതല്ല, അപ്പോൾ ഒരു 4 വിസിൽ കൊണ്ട് ഇത് വെന്ത് കിട്ടി. അപ്പോൾ ഇത് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ അടുപ്പിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി തയ്യാറാക്കാം. അപ്പോൾ തലശ്ശേരി ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന അരിയാണ്. നമ്മൾ ജീരകശാല റൈസാണ് എടുക്കുന്നത്, അതായത് കൈമ അരി. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വയനാടൻ കൈമയാണ്, ഡബിൾ ഹോഴ്സിൻ്റെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലൂസായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും, അപ്പോൾ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ അരി നമുക്ക് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം.
അതിന് മുന്നായിട്ട് അളന്ന് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ചോറ് വറ്റിച്ചാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മളിവിടെ 3 കപ്പ് കൈമ അരിയാണ് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയാണ്. ബസ്മതി റൈസിൽ ചെയ്യുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഈ അരി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി അരി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അരി വറ്റിച്ചിട്ട് തന്നെ ചെയ്യുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അരി നന്നായിട്ട് കഴുകി വെള്ളം തെളിയുന്നവരെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ നമ്മൾ ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും തന്നെ കാണരുത്. ഇനി നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 3 കപ്പ് അരിക്ക് നമ്മളിവിടെ 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം. വെള്ളം അവിടെ തിളയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ 2 തക്കോലം, 4 ഏലക്ക, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 1 ബേ ലീഫ്, ഇത്രയും നമ്മളിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി നന്നായിട്ട് സ്ലൈസ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. നമ്മളിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരി കുതിർക്കാനായിട്ടൊന്നും വെക്കണ്ട, കഴുകി ഊറ്റി അപ്പം തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം. ഈ റൈസ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ അരി നന്നായിട്ട് വറുത്തിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. നന്നായിട്ട് വറുത്താൽ ഇത് അടിയിലൊട്ടി പിടിക്കുകയില്ല. കറക്റ്റ് വെള്ളത്തിലിത് നല്ല പരുവത്തിൽ വെന്ത് കിട്ടും. ഈ അരി ഇനി നല്ലൊരു മണം വരുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അരിയൊക്കെ പെട്ടെന്ന് ബ്രൗൺ ആയിട്ട് നല്ലൊരു മണം കിട്ടും. അരി നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കും. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് റോസ് എസൻസ് ചേർക്കാം. റോസ് എസൻസ് അല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. എസൻസ് ആണെങ്കിൽ 3-4 തുള്ളി. ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ അടച്ചു വെച്ച് ഒരു 9 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ 9 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ അരിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ നമ്മളിവിടെ 9 മിനിറ്റ് ആയപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ അരി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ അടച്ചു വെച്ചൊരു 3 മിനിറ്റും കൂടെ നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരി നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അരി കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തീ ഒരുപാട് കൂടി പോകരുത്. നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് വെച്ചിട്ട് വേണം അത് വേവിക്കാനായിട്ട്. ഇനി ബാക്കി ഇത് നമ്മൾ ദം ചെയ്യുമ്പോൾ ഇരുന്ന് വേവും. ഇപ്പോൾ നമ്മുടെ മട്ടൻ ഗ്രേവി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ നിന്ന് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഒരുപാട് വെള്ളമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. പക്ഷേ കുറച്ച് വെള്ളം വേണം താനും. കാരണം ഈ അരിയിലേക്ക് ഈ മസാലയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം താഴെ വേണം. നമ്മളിനി ബിരിയാണി ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് മട്ടൻ മസാല മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് അരി ഒന്ന് ലെയർ ചെയ്തെടുക്കാം. തലശ്ശേരി ബിരിയാണിയിൽ ഏറ്റവും താഴെ ചിക്കനോ മട്ടനോ ഇട്ടിട്ട് ബാക്കി മുകളിലാണ് നമ്മൾ ലെയറിങ് നടക്കുന്നത്. അപ്പോൾ അന്നേരമാണ് അടിയിൽ നിന്ന് ആ ഒരു ആവിയൊക്കെ മുകളിലേക്ക് വരിക. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, മല്ലിയില, പുതിനയില, കുറേശ്ശെ നെയ്യ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ വെള്ളം, അതായത് മഞ്ഞളും പാലും, പിന്നെ നമ്മൾ ആ ഗ്രേവിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രേവി കുറച്ച് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ അരിയിലേക്ക് നല്ല ഫ്ലേവറൊക്കെ ഒന്നുകൂടെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ മൊത്തം ഇതുപോലെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദ വെച്ചിട്ട് സീൽ ചെയ്യുമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് സീൽ ചെയ്തിട്ട് നമ്മൾ ചെറുതീയിലിട്ടൊരു 20 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ദം ചെയ്താലും മതി. നമ്മളിവിടെ സ്റ്റവ് ടോപ്പിൽ നേരെ വെച്ചിട്ടാണ് ദം ചെയ്ത് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളിപ്പോൾ ബിരിയാണിയുടെ പാത്രം പൊട്ടിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മണവും അതുപോലെ തന്നെ രുചിയുമുള്ള തലശ്ശേരി സ്റ്റൈലിലുള്ള മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക മണമാണ്. ഈ അരിക്കും ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ബിരിയാണി റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്